മെക്സിക്കോയിലെ കാൻകൂണിൽ താമസിച്ചുകൊണ്ട് സമീപ പ്രദേശങ്ങളിലേക്കുള്ള സഞ്ചാരം തുടരുകയാണ്. ഇരുവശത്തും വനമാണ്. തുളൂം എന്ന പുരാതന മായൻ നഗരം കണ്ട ശേഷം കോബ എന്ന മറ്റൊരു ആർക്കിയോളജി സൈറ്റിലേക്കാണ് പോകുന്നത്. ബസ്സിനുള്ളിൽ പെഡ്രോ എന്ന ഗൈഡ് അടുത്തതായി കാണാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് വിവരിക്കുന്നു. വനപ്രദേശത്തുകൂടിയുള്ള ദീർഘയാത്രയാണ്. പുറത്തെ കാഴ്ചയിൽ മുഴുകിയിരിക്കുമ്പോൾ ഇടയ്ക്കിടെ വനഗ്രാമങ്ങൾ മുന്നിലെത്തും. ഇങ്ങനെ ചില ജംഗ്ഷനുകളുമുണ്ട് വനത്തിൽ. ഞങ്ങളുടെ ബസ് ഹൈവേയിൽ നിന്നും കോബയിലേക്കുള്ള പാതയിലേക്ക് തിരിഞ്ഞു. മാനുവൽ അന്റോണിയോ എന്ന സ്ഥലം പിന്നിട്ടാണ് ഇപ്പോൾ യാത്ര. ചെറിയൊരു സെറ്റിൽമെന്റ് ആണത്. ഇതെല്ലാം കോബയുടെ പ്രാന്തപ്രദേശങ്ങളാണ്. ഹോട്ടലിൽ നിന്നും അതിരാവിലെ എണീറ്റ് പോന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബാഗിൽ ഒരു ജ്യൂസും ചോക്ലേറ്റ് ബാറും കരുതിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ എന്നെ സഹായിക്കുന്ന ശക്തി. ബസ്സിലിരുന്നാണ് അത് കഴിച്ചത്. കോബയിലെ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഭക്ഷണശാലയിൽ കയറുമെന്ന് പെഡ്രോ പറഞ്ഞിട്ടുണ്ട്. നേരം 1 മണിയായിരിക്കുന്നു. ഇവിടുത്തെ നാട്ടിൻപുറങ്ങൾക്ക് ഇന്ത്യൻ ഗ്രാമങ്ങളുമായി നല്ല സാമ്യമുണ്ട്. ചെറിയ കെട്ടിടങ്ങൾ, ഇടവഴികൾ, ഇടത്തെരുവുകൾ, സ്കൂൾ. തമിഴ്നാടിന്റെയും കർണാടകത്തിന്റെയും ഒക്കെ ഉൾനാടുകളെ ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഓലയും തകരഷീറ്റും മേഞ്ഞ പാർപ്പിടങ്ങൾ, ഒറ്റനില കോൺക്രീറ്റ് വീടുകൾ. ഭക്ഷണം കഴിക്കാനുള്ളിടത്തേക്ക് ബസ് എത്തുകയായെന്ന് പെഡ്രോ അറിയിച്ചു. എനിക്ക് കിട്ടിയിരിക്കുന്നത് പുറകിലുള്ള സീറ്റായതിനാൽ മുൻപോട്ടുള്ള കാഴ്ചയൊന്നും ഷൂട്ട് ചെയ്യാനായിരുന്നില്ല. വലിയ കുറെ റെസ്റ്റോറന്റുകളുള്ള ഒരു സ്ഥലത്താണ് ബസ് നിർത്തിയിരിക്കുന്നത്. തകരഷീറ്റും ഓലയും മേഞ്ഞ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന നാടൻ റെസ്റ്റോറന്റുകൾ. കോബയിലേക്ക് ടൂർ കമ്പനികൾ കൊണ്ടുവരുന്ന ആളുകൾക്ക് ഉച്ചഭക്ഷണം ഒരുക്കുന്ന പ്രത്യേക സംവിധാനമാണെന്ന് മനസ്സിലായി. 2-3 റെസ്റ്റോറന്റുകളുണ്ട്. ബുഫേ ലഞ്ചാണ്. ചോറ്, പയറുകറി, ചിക്കൻ, മത്സ്യം, പിന്നെ സലാഡും. എല്ലാവരും നാടൻ വിഭവങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. വേഗത്തിൽ ഭക്ഷണം കഴിച്ച് ഞാൻ പുറത്തിറങ്ങി. ഇവിടെ ചെറിയൊരു തടാകമുണ്ട്. ലഗൂണ കോബ എന്നാണ് ഇതറിയപ്പെടുന്നത്. പണ്ടെന്നോ അഗ്നിപർവ്വത സ്ഫോടന ഫലമായി രൂപപ്പെട്ട തടാകമാണ്. ഇത്തരത്തിലുള്ള വേറെയും ജലാശയങ്ങൾ ഈ പരിസരത്തുണ്ട്. അവയുടെ തീരത്ത് പണ്ട് മായൻ സെറ്റിൽമെന്റുകളും ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചിറങ്ങിയ ടൂറിസ്റ്റുകൾ മരത്തണലിൽ വിശ്രമിക്കുന്നു. ഈ കിടക്കുന്ന ചെറിയ വാനുകളെല്ലാം ടൂറിസ്റ്റുകളുമായി വന്നതാണ്. ടൂർ സംഘങ്ങൾ പതിവായി ഉച്ചഭക്ഷണം കഴിക്കാനെത്തുന്ന ഇടമാണിത്. സമീപത്ത് നാട്ടുകാരുടെ വീടുകൾ. ഓലമേഞ്ഞ വീടുകൾ ദാരിദ്ര്യ സൂചകമാവണമെന്നില്ല. അവ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നവയാണ്. തകരം മേഞ്ഞതും ഓടിട്ടതും കോൺക്രീറ്റ് ചെയ്തതുമായ വീടുകൾ ഇത്തരം ഗ്രാമങ്ങളിലുണ്ട്. ടൂറിസമാണ് ഇവിടെയൊക്കെയുള്ള ഗ്രാമീണരുടെ ജീവിതമാർഗം. വീണ്ടും യാത്ര തുടങ്ങി. കോബ ലഗൂണയുടെ തീരത്തുകൂടിയാണ് ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് പോകുന്നത്. തീരത്ത് ഒരു ബോർഡ് വാക്ക് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. തടികൊണ്ടുള്ള നടപ്പാത. ഒരു ഭാഗത്ത് ഒരു വാച്ച് ടവറുമുണ്ട്. ടൂറിസ്റ്റുകൾ വിശ്രമിക്കാനെത്തുന്ന ഇടമായിരിക്കാം. ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് ഇനി അധിക ദൂരമില്ലെന്ന് ഗൈഡ് പെഡ്രോ പറയുന്നു. പാർക്കിംഗിലേക്കാണ് ബസ് പോകുന്നത്. ഒരു വനത്തിന് നടുവിലാണ് തടാകങ്ങളും ആർക്കിയോളജിക്കൽ സൈറ്റുമെല്ലാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വലിയൊരു ജനപഥം ഇവിടെ ഉണ്ടായിരുന്നു. 500 വർഷത്തോളം പ്രതാപത്തോടെ നിലനിന്ന മായൻ നഗരമാണ് കോബ. ബസ് പാർക്കിംഗിലേക്ക് കയറി. ഇനി കാഴ്ചകളിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു പെഡ്രോ. വണ്ടിയിൽ നിന്നിറങ്ങിക്കഴിഞ്ഞുമുണ്ടായി പെഡ്രോയുടെ വക ഒരു പ്രസംഗം. തിരികെ എത്തേണ്ട സമയം അറിയിച്ചു. പിന്നെ പെഡ്രോ മുൻപേ നടന്നു. 13 ബക്തൂൺ ടൂർ എന്നാണ് പെഡ്രോയുടെ കമ്പനിയുടെ പേര്. കെട്ടിടങ്ങൾക്ക് സമീപത്തുകൂടി കുറേ ദൂരം നടന്നു.
ഇടതുഭാഗത്തുള്ളതാണ് കോബയുടെ ഔദ്യോഗിക പാർക്കിംഗ് ഗ്രൗണ്ട്. ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ വലിയ ഫീസായതിനാൽ ബസ് മറ്റൊരിടത്ത് നിർത്തി ഞങ്ങളെ ഇത്ര ദൂരം നടത്തുകയായിരുന്നു പെഡ്രോ. ഇനി ഇവിടെ നിന്നും കാട്ടിലൂടെ നടക്കണം. 2 കിലോമീറ്റർ ദൂരമുണ്ട് കോബയുടെ ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക്. ഒരു മൺപാതയാണ്. ഇവിടെ നിന്നും സൈക്കിൾ വാടകയ്ക്കെടുക്കാം. ട്രൈസിക്കിളും കിട്ടും. ഏതോ ഷൂട്ടിംഗ് സംഘത്തിലുള്ളവരാണ് ഈ ട്രൈസിക്കിളിൽ. ഒരിടത്തെത്തിയപ്പോൾ പെഡ്രോ നിന്നു. സൈറ്റിന്റെ മാപ്പും അവിടേക്കുള്ള വഴിയും അയാൾ കാണിച്ചു തന്നു. ഇനി പെഡ്രോ കൂടെ വരില്ല. ഞങ്ങൾ പോയി ആർക്കിയോളജിക്കൽ സൈറ്റ് കണ്ടുവരണം. വേണമെങ്കിൽ സൈക്കിൾ എടുക്കാം. ഇവിടെ 3/4 മണിക്കൂർ സമയമേ അനുവദിച്ചിട്ടുള്ളൂ. അതിനാൽ ധൃതി പിടിച്ച് എല്ലാവരും നടന്നു. എൻട്രൻസ് ടിക്കറ്റ് പെഡ്രോ എടുത്തു തന്നിട്ടുണ്ട്. 70 പെസോയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് നിരക്ക്. പുരാശേഷിപ്പുകളുടെ ഭാഗങ്ങൾ കണ്ടു തുടങ്ങി. AD 500-നും 900-നും ഇടയിൽ ഇവിടെ നിലനിന്ന സമ്പുഷ്ടമായൊരു സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ. സൈക്കിൾ വേണ്ടവർ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലമാണ്. ഞാനും സൈക്കിൾ എടുക്കാൻ തീരുമാനിച്ചു. ഒരു പ്രശ്നമേ ഉള്ളൂ, കാനന വഴിയിലൂടെ പോകുന്ന ദൃശ്യങ്ങൾ എടുക്കാനാവില്ല. ഞാൻ 60 പെസോ നൽകി ബൈസിക്കിളിനുള്ള ടിക്കറ്റ് എടുത്തു. ഈ നിരന്നിരിക്കുന്നവയിൽ ഏതു സൈക്കിൾ വേണമെങ്കിലും എടുക്കാം. വലിയ തകരാറില്ലാത്ത ഒന്ന് ഞാൻ എടുത്തു. ട്രൈസിക്കിളിലും ആളുകൾ പോകുന്നുണ്ട്. സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ ഷൂട്ടിംഗ് സാധ്യമാവില്ല. അതിനാൽ ക്യാമറ ഓഫ് ചെയ്തു. പോകുന്ന വഴി ഒരിടത്ത് സൈക്കിൾ നിർത്തിയിറങ്ങി. ഇവിടെ ഒരു മായൻ നിർമ്മിതിയുണ്ട്. ജുയേഗോ ദെ പെലോട്ട എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മായൻ കാലത്തെ ഒരു കായിക വേദിയായിരുന്നു ഇവിടം. ജുയേഗോ ദെ പെലോട്ട എന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കായിക വിനോദത്തിന്റെ പേരാണ്. ദൈവിക ആരാധനയുടെ ഭാഗമായുള്ള ഒരു അനുഷ്ഠാനമായിരുന്നു മായന്മാർക്ക് ആ കളി. പിരമിഡുകൾക്ക് മധ്യത്തിലെ ഈ ഒഴിഞ്ഞ ഭാഗമായിരുന്നു കളിക്കളം. ഒരുതരം പന്തുരുട്ടിക്കളിയായിരുന്നു അത്. സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നതായിരുന്നു ആ പന്ത്. 1000 വർഷം മുൻപത്തെ നിർമ്മിതിയാണിത്. നോഹോച്ച് മുൾ എന്ന പിരമിഡാണ് കോബയിലെ പ്രധാന കാഴ്ച. അവിടേക്കുള്ളതിന്റെ പാതി ദൂരം പോലും ഞാൻ എത്തിയിട്ടില്ല. ഇനിയും സൈക്കിൾ ചവിട്ടണം. ട്രൈസിക്കിളിൽ കുറെ പേർ പോകുന്നുണ്ട്. ഒറ്റയ്ക്ക് വരുന്നവരാണ് സൈക്കിൾ എടുക്കുന്നത്. മരങ്ങൾക്കിടയിലെ മൺവഴിയിലൂടെ ഞാനും സൈക്കിൾ ചവിട്ടി നീങ്ങി. രസകരമായ ഒരു സവാരി. 15 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഞാൻ സൈക്കിൾ ചവിട്ടിയിട്ട്. വനത്തിലെ മറ്റൊരു സ്ഥലത്തെത്തി. മുന്നിൽ കാണുന്നത് സൈബെ എന്ന മായൻ നിർമ്മിതിയാണ്. പുരാതന കാലത്ത് 50,000-ത്തിലധികം ആളുകൾ വസിച്ചിരുന്ന നഗരമായിരുന്നു കോബ. നഗരത്തിലെ നിരീക്ഷണ ഗോപുരമാണ് ഇക്കാണുന്ന സൈബെ എന്നാണ് ഗവേഷണങ്ങളിലൂടെ വ്യക്തമായിരിക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും സൈക്കിളിൽ കയറി. കുടുംബമായി വന്നവർ ട്രൈസിക്കിളിൽ കടന്നുപോകുന്നു. കുറെ പേർ സൈക്കിളിലും. പഴഞ്ചൻ സൈക്കിളാണ്. അത് ചവിട്ടി നീക്കാൻ ഞാൻ നന്നേ പാടുപെട്ടു. അടുത്ത പാർക്കിങ്ങിൽ സൈക്കിൾ കൊണ്ടുവച്ച് ഇറങ്ങി. നോഹോച്ച് മുൾ പിരമിഡിന്റെ സമീപത്തെ പാർക്കിംഗ്. മരങ്ങൾക്കിടയിലൂടെ ആ പിരമിഡിന്റെ സമീപത്തേക്ക് നടന്നു. അതാണ് കോബയിലെ ഏറ്റവും പ്രമുഖമായ കാഴ്ച. ഇതിനകം 2 കിലോമീറ്ററിലധികം ഞാൻ സൈക്കിൾ ചവിട്ടിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് സൈക്കിൾ കൊണ്ടുപോകരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പുല്ലുമേഞ്ഞ ചെറിയൊരു കിയോസ്ക് ഉണ്ട് ഇവിടെ. ജ്യൂസും കുടിവെള്ളവും മറ്റും കിട്ടും. ഇത്തരം മരങ്ങളാണ് ഈ മേഖലയിലെ വനത്തിലുള്ളത്. വൻവൃക്ഷങ്ങളോ അടിക്കാടോ ഇല്ല. അതുകൊണ്ട് തന്നെ നിബിഡ വനമെന്ന് പറയാനുമാവില്ല. ചുണ്ണാമ്പുപാറ പൊടിഞ്ഞതുപോലുള്ള മണ്ണാണ്. ഫലഭൂയിഷ്ഠമായ പ്രദേശമല്ല. അതുകൊണ്ടാവാം മരങ്ങൾ തഴച്ചു വളരാത്തത്.
ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രതലം. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മുന്നിൽ അക്കാണുന്നതാണ് നോഹോച്ച് മുൾ പിരമിഡ്. കോബ ആർക്കിയോളജിക്കൽ സൈറ്റിൽ ഇന്നുള്ള ഏറ്റവും വലിയ നിർമ്മിതി ഇതാണ്. വലിയൊരു മല പോലെ ഉയർന്നു നിൽക്കുന്ന മായൻ നിർമ്മിതി. പിരമിഡിന്റെ ചുവട്ടിലേക്ക് നടന്നു. അതിന്റെ മുകളിൽ കയറാം. അല്പം ശ്രമകരമായ പ്രവൃത്തിയാണത്. ഒരടിയിലേറെ ഉയരമുണ്ട് പിരമിഡിലെ ഓരോ പടവിനും. നോഹോച്ച് മുൾ എന്നാൽ വലിയ കുന്ന് എന്നാണർത്ഥം. മെക്സിക്കോയിലെ മായൻ നിർമ്മിതികളിൽ ഏറ്റവും ഉയരമുള്ളത് ഇതാണ്. 4 നൂറ്റാണ്ടോളം ഈ മേഖലയിലെ പ്രമുഖമായൊരു നഗരമായിരുന്നു കോബ. പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രവുമായിരുന്നു ഇവിടം. മറ്റൊരു പ്രമുഖ മായൻ നഗരമായിരുന്ന ചെചൻ ഇറ്റ്സയുമായി ഇടയ്ക്കിടെ ഏറ്റുമുട്ടിയിരുന്ന കോബ ഒരു നിരീക്ഷണ സ്ഥലമായാണ് ഈ പിരമിഡ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇതിന് മായൻ വിശ്വാസങ്ങളുമായും അനുഷ്ഠാനങ്ങളുമായും ബന്ധവുമുണ്ടായിരുന്നു. 40 മീറ്ററിലധികം ഉയരമുണ്ട് ഈ പിരമിഡിന്. 12 നില കെട്ടിടത്തിന്റെ ഉയരം. ചുവട്ടിൽ നിന്ന് നോക്കുമ്പോഴാണ് കുത്തനെയുള്ള ഒരു പർവ്വതം പോലെയാണിതെന്ന് വ്യക്തമാകുന്നത്. ആളുകൾ വളരെ പാടുപെട്ടാണ് കയറുന്നത്. കയറുന്നതിലും പ്രയാസമായിരിക്കും പിരമിഡിൽ നിന്നും താഴേക്കിറങ്ങുന്നത്. ഞാനും മുകളിലേക്ക് കയറാൻ തീരുമാനിച്ചു. ആദ്യ ഭാഗം എളുപ്പത്തിൽ പിന്നിടാം. കുറെ പടവുകൾ കയറിയ ശേഷം ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. താഴെ കുറെ പേർ കയറണമോ വേണ്ടയോ എന്ന് ശങ്കിച്ചു നിൽക്കുന്നു. ഇങ്ങനെയാണ് പിരമിഡിന്റെ നിർമ്മാണം. പരുക്കൻ കല്ലുകളുടെ പടവുകൾ. വടത്തിൽ പിടിച്ചും ഇരുന്നു നിരങ്ങിയുമൊക്കെയാണ് പലരും ഇറങ്ങുന്നത്. കയറിപ്പോകുമ്പോൾ ഇങ്ങനെ ഒരു കഷ്ടപ്പാടിനെക്കുറിച്ച് ഇവരാരും ചിന്തിച്ചിരിക്കില്ല. കുത്തനെ നിൽക്കുകയാണ് പിരമിഡ്. ചെറുപ്പക്കാരിൽ ചിലർ മാത്രമാണ് വടത്തിൽ പിടിക്കാതെയും കുത്തിയിരുന്ന് നിരങ്ങാതെയുമൊക്കെ ഇറങ്ങുന്നത്. 9-ാം നൂറ്റാണ്ട് വരെയായിരുന്നു കോബ എന്ന മായൻ നഗരത്തിന്റെ സുവർണകാലമെങ്കിലും അതിനുശേഷവും ഇവിടെ ജനവാസമുണ്ടായിരുന്നു. സ്പെയിൻകാർ മെക്സിക്കോയിലേക്ക് അധിനിവേശിക്കുകയും പല മായൻ നഗരങ്ങളും തകർത്തുകളയുകയും ചെയ്ത 16-ാം നൂറ്റാണ്ടിൽ ഇവിടെയുണ്ടായിരുന്ന ജനസമൂഹം എവിടേക്കോ പോയി മറഞ്ഞു. പിന്നീട് 4 നൂറ്റാണ്ടുകാലം ഈ പിരമിഡും കോബ നഗരവും കാടുമൂടി വിസ്മൃതിയിലാണ്ട് കിടക്കുകയായിരുന്നു. പ്രായമായ ചിലരുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പിരമിഡിന്റെ മുകൾത്തട്ട് വരെ പോകുമെന്ന വാശിയിലാണവർ. നിറങ്ങിയിറങ്ങുന്നവരുടെ ജാഥ മറുവശത്ത്. ഞാൻ വീണ്ടും മുകളിലേക്കു കയറി. പിരമിഡിന് മുകളിൽ നിന്നുള്ള കാഴ്ച ഇതാണ്. നോക്കത്താ ദൂരം വനത്തിന്റെ ഒരു സമുദ്രം. ഇതിനുള്ളിൽ മായൻ പിരമിഡുകൾ മാത്രമാണ് തലയുയർത്തി നിൽക്കുന്നത്. ഇത്തരം വനത്തിനകത്തായിരുന്നു പണ്ട് ഓരോ ഗോത്രങ്ങളും വസിച്ചിരുന്നത്. ഞാൻ തിരികെ ഇറങ്ങുകയാണ്. കോബയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞുപോയ ശേഷം നൂറ്റാണ്ടുകളോളം വിസ്മൃതിയിലാണ്ട് കിടന്ന ഈ പിരമിഡും ഇവിടുത്തെ മറ്റു പുരാശേഷിപ്പുകളും 19-ാം നൂറ്റാണ്ടിലാണ് പിന്നീട് കണ്ടെത്തുന്നത്. 1842-ൽ അമേരിക്കൻ പര്യവേക്ഷകനായ ജോൺ ലിയോഡ് സ്റ്റീഫൻസ് കോബയെക്കുറിച്ചുള്ള കേട്ടറിവുകൾ എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നീട് പല ഗവേഷകരും ഇവിടേക്കെത്തി. എങ്കിലും ഇവിടേക്ക് ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങിയത് 1970-കളിൽ മാത്രമാണ്. ഞാൻ പിരമിഡിന്റെ ചുവട്ടിലെത്തി. കോബയിൽ മായൻ നാഗരികത ഏറ്റവും പുഷ്കലമായിരുന്ന കാലത്ത് AD 600-നും 800-നും ഇടയിലാണ് നോഹോച്ച് മുൾ പിരമിഡ് ഉയർന്നതെന്നാണ് നിഗമനം. അതിന്റെ അത്ഭുതാകാരം കണ്ടു നിൽക്കുകയാണ് ആളുകൾ. ഇവിടെ അധികം സമയം അനുവദിച്ചിട്ടില്ല. പിരമിഡിനടുത്തു നിന്നും മടങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ ബസ് നിർത്തിയിട്ടിരിക്കുന്നിടത്തെത്തണം. വനത്തിലൂടെ കുറച്ചു ദൂരം നടന്നു. ഇവിടെ മറ്റൊരു പുരാശേഷിപ്പുണ്ട്.
തകർന്ന വലിയൊരു കൽക്കെട്ടും അതിനു മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ശിലയും. കോബ സ്റ്റെലി എന്നറിയപ്പെടുന്ന ശിലയാണിത്. ഇത്തരത്തിലുള്ള 8 ശിലകൾ കോബയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചരിത്ര ഗവേഷകർക്ക് ഏറെ സഹായകമായ ശിലകളാണത്. ഞാൻ തിരികെയുള്ള നടത്തം തുടർന്നു. ട്രൈസിക്കിളുമായി ഇവിടെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. നടന്നുമടുത്തവർക്ക് ഇത് വാടകയ്ക്കെടുക്കാം. ചെറിയ കടയിൽ നിന്നും ഒരു കുപ്പി വെള്ളം വാങ്ങി കുടിച്ചു. എന്നിട്ട് വീണ്ടും സൈക്കിൾ എടുത്ത് കാട്ടുവഴിയിലൂടെ യാത്ര തുടർന്നു. കൂടെ വന്നവരൊക്കെ ബസ് നിർത്തിയിട്ടിരിക്കുന്നിടത്തേക്ക് മടങ്ങിയിരിക്കുന്നു. ഞാൻ ഷൂട്ട് ചെയ്ത് നടക്കുന്നത് കൊണ്ടാണ് പലയിടത്തും വൈകുന്നത്. സൈക്കിൾ ചവിട്ടുന്ന എന്റെ ഷോട്ട് മാത്രം എനിക്കെടുക്കാനായില്ല. ധാരാളം പേർ സൈക്കിളുകളിൽ പോകുന്നുണ്ട്. നിയന്ത്രണം വിട്ടതുപോലെ എതിരെ വരുന്ന സൈക്കിളുകളെയും നടന്നു വരുന്ന ആളുകളെയും മുട്ടാതെ പോവുക ഒരഭ്യാസമാണ്. ടൂറിസ്റ്റുകളുടെ വലിയ സംഘങ്ങളാണ് കോബ ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം ടിക്കറ്റ് എടുത്തെടുത്ത് സൈക്കിൾ കൊണ്ടുപോയി വെച്ചു. സൈക്കിൾ വാടകയ്ക്ക് ലഭിക്കുന്ന ഷെഡിന്റെ സമീപത്തു തന്നെ കുറേ നിർമ്മിതികളുണ്ട്. കോബ ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് എത്തുമ്പോൾ ആദ്യം കാണുന്നത് ഇതൊക്കെയാണ്. പഴയ കോബ നഗരത്തിന്റെ പ്രധാന ഭാഗമാണ് ഇവിടം. വലിയ ചന്തയും കായിക കേന്ദ്രവും ചില അനുഷ്ഠാനങ്ങൾ നടന്നിരുന്ന അൾത്താരകളും ഇവിടെയായിരുന്നു. കോബ ഗ്രൂപ്പ് എന്നാണ് ഈ നിർമ്മിതികൾക്ക് ഗവേഷകർ പേരു നൽകിയിരിക്കുന്നത്. സ്പെയിൻകാർ ഇഗ്ലേസിയ എന്ന് വിളിച്ച വലിയ അൾത്താരയാണ് ഇവിടെയുള്ള പ്രധാന മായൻ നിർമ്മിതി. ഇങ്ങനെ ഒരു ടണൽ വഴിയുമുണ്ട്. പിരമിഡിന്റെ ഭാഗം തന്നെയാണത്. 1,00,000-ഓളം ആളുകൾ വസിച്ചിരുന്ന ഒരു നഗരമാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് ഓർക്കണം. കല്ലുപടുത്ത ചുമരുകളും പുല്ലുമേഞ്ഞ മേൽക്കൂരയുമായിരുന്നു അന്ന് ഇവിടുത്തെ കെട്ടിടങ്ങളുടേത്. ഇതാണ് സൈക്കിളുകൾ വാടകയ്ക്ക് ലഭിക്കുന്ന ഇടം. അവിടെ നിന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് ഞാൻ നടത്തം തുടർന്നു. ഇപ്പോഴും നൂറുകണക്കിന് ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. മെക്സിക്കോയിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളുടെ ബാഹുല്യം അത്ഭുതപ്പെടുത്തുന്നതാണ്. തലസ്ഥാനമായ മെക്സിക്കോ സിറ്റിയിലല്ല, വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ കാൺകൂണിലുമല്ല. അവിടെ നിന്നെല്ലാം എത്രയോ കിലോമീറ്റർ അകലെ വനത്തിനുള്ളിലുള്ള ഒരു പുരാവസ്തു കേന്ദ്രം സന്ദർശിക്കാനുള്ള വരവാണിത്. വലിയൊരു ഘോഷയാത്ര പോലെ ടൂറിസ്റ്റുകൾ ഒഴുകുന്ന ആ വഴിയിലൂടെ ഞാൻ തിരികെ നടന്നു. കുറച്ചു ദൂരം നടക്കണം പാർക്കിങ്ങിലേക്ക്. മുന്നിൽ പുതിയ കാലത്തെ ചില കെട്ടിടങ്ങൾ. പണ്ട് മായന്മാരുടെ കെട്ടിടങ്ങൾ ആ വിധമായിരുന്നു. തറയും ചുമരും കല്ലുകൊണ്ടുള്ളതാണെങ്കിലും മേൽക്കൂരയിൽ പുല്ലാണ് മേയുക. അതുകൊണ്ടാണ് ആ കെട്ടിടങ്ങളുടെയൊന്നും മേൽക്കൂര അവശേഷിക്കാത്തത്. മായൻ ശൈലിയിൽ തന്നെ പുതിയ കാലത്ത് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തെ ഒരുക്കിയിരിക്കുന്നു. ടിക്കറ്റ് കൗണ്ടറും സുവനീർ കടകളും റെസ്റ്റോറന്റുകളുമെല്ലാമുള്ള ഭാഗം. ഇതുവഴിയാണ് ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് കയറുന്നത്. ഇവിടെ ഒരു മണ്ഡപമുണ്ട്. റെസ്റ്റോറന്റുകളാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവരും ബസ്സിലേക്ക് കയറി. ഇനി ഞങ്ങൾ 3ാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. 4 സ്ഥലങ്ങളാണ് ഇന്ന് സന്ദർശിക്കുന്നത്. അതിൽ ഈ ഉച്ചകഴിഞ്ഞ നേരത്ത് 2ാമത്തെ സ്ഥലത്ത് എത്തിയിട്ടേയുള്ളൂ. സെനോട്ടെ മുൾ ഇച്ചി എന്നൊരു കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത്. സെനോട്ടെ എന്നത് ഒരു ഭൗമാത്ഭുതമാണ്. ഭൂമിയുടെ ഉപരിതലത്തിന് ചുവട്ടിലുള്ള റിസർവോയറാണത്. അതിവിസ്തൃതമായ ചുണ്ണാമ്പു ഗുഹകളിൽ നിറഞ്ഞുകിടക്കുന്ന ശുദ്ധജലം. അത്തരത്തിലുള്ള നിരവധി സെനോട്ടേകൾ ഈ ഭാഗത്തുണ്ട്. സെനോട്ടെ മുൾ ഇച്ചി ഇവിടെ അടുത്തു തന്നെയാണ്. അവിടേക്ക് പോകുമ്പോൾ കോബ ഗ്രാമമാണ് ഇക്കാണുന്നത്. ചെറിയ വീടുകൾ. ഇങ്ങനെയാണ് മെക്സിക്കോയുടെ വനത്തിനകത്തെ ഗ്രാമങ്ങൾ. കാർഷിക ഗ്രാമങ്ങൾ, ഗ്രാമീണ മൺവഴികൾ. ഒരു ഗ്രാമം കടന്ന് വനത്തിലൂടെ 10-20 കിലോമീറ്റർ പിന്നിടുമ്പോഴേ അടുത്ത ഗ്രാമത്തിലെത്തൂ. വനത്തിനകത്തുകൂടി തന്നെയാണ് ഞങ്ങളുടെ യാത്ര. ടാർ ചെയ്ത മെയിൻ റോഡിൽ നിന്നും
ഞങ്ങളുടെ വാഹനം ഒരു മൺപാതയിലേക്ക് തിരിഞ്ഞു. ഇനിയും വനത്തിനകത്തുകൂടി ഏതാനും കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. വ്യത്യസ്തമായൊരു അനുഭവമാണ് ഈ യാത്ര. ഇതാണ് മെക്സിക്കോയുടെ ഉൾനാട്. സ്പെയിൻകാർ വരുന്നതിനു മുൻപ് ഇവിടുത്തെ ഗോത്രമനുഷ്യർ വസിച്ചിരുന്നത് ഇങ്ങനെയുള്ള വനങ്ങളിലെ ചെറുഗ്രാമങ്ങളിലാണ്. ഇപ്പോഴും നിരവധി ചെറുഗ്രാമങ്ങൾ ഈ വനങ്ങളിലുണ്ട്. പരന്ന ഭൂമിയിലെ വൻമരങ്ങളില്ലാത്ത നിബിഡ വനം. വിചിത്രമായ ആ കാഴ്ചയും കണ്ടുകൊണ്ട് ഞാനിരുന്നു.